ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബബിൾ ടീ ആണ്. ബബിൾ ടീയുടെ റെസിപ്പി തേടി നടക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ആക്കിയിരിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബബിൾ ടീ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2-3 സ്പൂൺ ശർക്കരയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര ഇതുപോലെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇനി വേണ്ടത് നമ്മുടെ ബബിൾ ടീയുടെ പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള ടപ്പിയോക്ക പൗഡർ ആണ്. അപ്പോൾ ആ ടപ്പിയോക്ക പൗഡറും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് വേണ്ട പരുവത ഇതാണ് കേട്ടോ. ഇതുപോലെ ചോക്ലേറ്റ് പോലെ ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂണോളം ടപ്പിയോക്ക പൗഡർ ആണ്. അപ്പൊ ആ ടപ്പിയോക്ക പൗഡർ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ 1/2 കപ്പോളം ടപ്പിയോക്ക പൗഡർ എടുത്തിരുന്നു. എന്നിട്ട് 3/4 ടീസ്പൂണോളം കൊക്കോ പൗഡറും കൂടി ഇട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിക്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പൊ നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. എന്നാൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചപ്പാത്തി പലക എടുക്കണം. അതിലേക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കേണ്ടതാണ്. ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കട്ടി കൂട്ടി പരത്തേണ്ട ആവശ്യമേ ഇവിടെ ഇല്ല. ഈ പരത്തി കിട്ടിയതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാവത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ബബിൾ ടീയുടെ ബബിൾസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ഓരോരോ പീസ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയൊക്കെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി കുഴച്ച് മാറ്റണം. ഉണ്ടകളുടെ സൈസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഒരുപാട് കൂടി പോകരുത്, എന്നാൽ ഒരുപാട് ചെറുതായി പോകരുത്. ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ള ഉണ്ടകളായിരിക്കണം. നമ്മുടെ കുഞ്ഞു മാലമുത്ത് പോലത്തെ ഉണ്ടകളായിരിക്കണം. നമ്മുടെ ടപ്പിയോക്ക പേൾസ് എല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മുകളിൽ കൂടെ കുറച്ച് ടപ്പിയോക്ക പൗഡർ ഒന്ന് തൂവി കൊടുക്കുവാണേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളച്ചു വരുമ്പോൾ ഈ ബബിൾസ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വേവിക്കാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതെല്ലാം വെന്ത് വരണം. അതുപോലെ തന്നെ ഇതിലെ പുറത്തുള്ള എക്സ്ട്രാ പൊടികളൊക്കെ മാറി നല്ല ബബിൾസ് ആക്കി നമുക്ക് കിട്ടണം. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അടച്ച് വേവിക്കണം. അപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ മതി ഏറ്റവും വലിയ സൈസ് ബബിൾസിനുള്ളത്. അപ്പൊ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് വെറും ബബിൾസ് ആക്കി മാറ്റണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ലൈനി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു 3-4 ടേബിൾ സ്പൂണോളം ശർക്കര ഇട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ശർക്കരയുടെ മധുരമാണ് നമ്മുടെ ബബിൾ ടീയുടെ ഷുഗർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിച്ചു വെച്ചിരിക്കുന്ന ബബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ശർക്കര ലൈനി കിടന്ന് ഇതൊന്ന് കുറുവി വരണം. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ ശർക്കര ലൈനി കുറുവി ബബിൾസ് ഒക്കെ കുറുവി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ. ബബിൾ ടീ ഉണ്ടാക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 3-4 സ്പൂൺ ബബിൾസ് ഇട്ട് കൊടുക്കുക. ഈ ബബിൾസിലായിരിക്കും ഷുഗറിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്. ബബിൾ ടീയുടെ ഷുഗർ അടങ്ങിയിരിക്കുന്നത് ഈ ബബിൾസ് ഇടുന്നത് അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒഴിക്കേണ്ടതാണ് ബ്ലാക്ക് ടീ. അത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് കൂടി പോകേണ്ട, കുറച്ച് കടുപ്പത്തിലൂടെ നമുക്ക് ബ്ലാക്ക് ടീ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബബിൾ ടീ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ബബിൾ ടീക്ക് വേണ്ടി വെറുതെ ഈ പൈസ കളയേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.